ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടാൻ സംസ്ഥാന സർക്കാർ നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാൻ നിർദ്ദേശം. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഇത് സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം എന്താണ്? ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിൽ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ അല്ലെങ്കിൽ ക്ഷുദ്രജീവികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നേടാൻ കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടാനുള്ളൊരു തീരുമാനമായിട്ടുള്ളത്. ഇതിനായിട്ട് നിയമവകുപ്പ് സെക്രട്ടറിയുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണം. ഇതിലെ നിയമത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള നിയമസാധ്യത പരിശോധിച്ചുകൊണ്ട് അത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടണം. അതിനു വേണ്ടിയിട്ട് വനം വകുപ്പ് സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ചീഫ് സെക്രട്ടറി തലത്തിലുള്ള യോഗത്തിൽ തീരുമാനത്തിലെടുത്ത അതിൽ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു അതിന് അന്തിമമായിട്ട് തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട നിയമവകുപ്പ് സെക്രട്ടറിയും വനം വകുപ്പ് സെക്രട്ടറിയും കൂടിയാലോചിച്ചതിനു ശേഷം നിയമപരമായിട്ടുള്ള സാധ്യതകൾ പരിശോധിക്കണം. ഈ സാധ്യതകൾ പരിശോധിച്ച ചീഫ് സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ഉന്നത മന്ത്രിമാർക്ക് മന്ത്രിതലത്തിൽ കൈമാറണം. അതിനുശേഷം വനം വകുപ്പ് അതിനുശേഷം കേന്ദ്ര വനമന്ത്രാലയവുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ ഈ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലാനുള്ള ഒരു അനുമതി തേടാനാണ് തീരുമാനം. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ, മരണങ്ങൾ ഇവയൊക്കെ കണക്കിലെടുത്താണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അടിയന്തരമായിട്ട് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക് കടക്കുന്നത്. ടിൻഡു ദാസ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.